വിവിധ വാർഡുകളിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വൈകിക്കുന്ന കരാറുകാർക്കെതിരെ പരാതിയുമായി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കുമാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. പഞ്ചായത്തിലെ വിവിധ റോഡുകൾ കുഴികൾ രൂപപ്പെട്ട് അപകടാവസ്ഥയിലായതായി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർവഹണ ഉദ്യോഗസ്ഥ റോഡുകളുടെ അറ്റകുറ്റപ്പണിക്ക് നടപടി തുടങ്ങിയിരുന്നു. 1,41,29,792 രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാറുകാരുമായി വ്യവസ്ഥയിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ മഴക്കാലം എന്ന കാരണം പറഞ്ഞ് കരാറുകാർ അറ്റകുറ്റപ്പണിക്ക് തയ്യാറാകുന്നില്ല. ഇതിനിടെ കരാറുകാരുടെ യോഗം വിളിച്ച് ചേർത്തെങ്കിലും മഴക്കാലം കഴിയട്ടെ എന്നായിരുന്നു അവരുടെ നിലപാട്. റോഡുകളുടെ ശോചനീയാവസ്ഥ വിദ്യാർത്ഥികളടക്കമുള്ളവർ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി പറഞ്ഞു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പഞ്ചായത്തിനെതിരെ പ്രതിഷേധ പരിപാടികൾ നടത്തുന്ന സാഹചര്യമാണുള്ളത്. ഇത് കണക്കിലെടുത്ത് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നൽകിയ പരാതിയിൽ വ്യക്തമാക്കി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേശൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS സബിത്, പഞ്ചായത്ത് അംഗങ്ങളായ CM നിസാർ, ഷൈജ ഉദയകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ BJP കോൺഗ്രസ് അത് നിങ്ങൾക്ക് അവരുടെ പിന്നാമ്പറങ്ങൾ നോക്കിയാൽ അറിയാം അവർ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാതിരിക്കുന്നത്. ഇന്നലെ ഞാൻ വളരെ വിശദമായിട്ട് അവരോട് ഞാൻ സംസാരിച്ചു. നിങ്ങൾ റോഡ് പണി ചെയ്യൂ. എന്താ വെച്ചാൽ ഈ ലോകത്ത് ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായത് സഞ്ചാരമാണ്. അത് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. ഒരു സൈക്കിളിന് പോലും പോകാൻ സാധിക്കുന്നില്ല. കുഴികളിൽ വീഴുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണം, അപകടം പറ്റണം. അപ്പോൾ മഴ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് ലെറ്റർ പേഡിൽ എഴുതി ഒപ്പിട്ട് സീൽ വെച്ച് തരാം. എന്തെന്ന് നിങ്ങളിപ്പോൾ റോഡ് പണിതിട്ട് ഒരാഴ്ചക്കുള്ളിൽ മഴ പെയ്ത് റോഡിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് ഞാൻ അതിൻ്റെ മെയിൻ്റനൻസിന് ചെയ്യാനായിട്ട് പൈസ തരാം എന്ന് കൂടെ പറഞ്ഞിട്ട് അവർ ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അത് നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ UDFൻ്റെ ഒരു ജാഥ ഈ അടുത്ത കാലത്തായിട്ട് നടത്തുക, കഴിഞ്ഞ ആഴ്ചയിൽ. അതിൽ ഈ റോഡ് പണിയാണ് പ്രധാനപ്പെട്ടത്. അത് പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് റോഡ് പണി നടക്കാത്തത് എന്നാണ് പറഞ്ഞത്. അപ്പൊ പഞ്ചായത്തിന്റെ അനാസ്ഥ ഉണ്ടോന്ന് നിങ്ങൾക്ക് അതിൽ ഞാൻ തന്നിട്ടുണ്ട് 15 റോഡുകളിൽ എടുത്തിട്ടുള്ള കോൺട്രാക്ടർമാരുടെ നമ്പറും ഇതും. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താന്നുള്ളതിൻ്റെ ഒരു